ഗുഡ് മോർണിംഗ്. ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖ ക്യാൻസർ എന്താണ്, എങ്ങനെ അത് പ്രതിരോധിക്കാം? ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനായി നമ്മളോടൊപ്പം ദയ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിഷി റോഷൻ നമ്മളോടൊപ്പം ഉണ്ട്. ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്താണ് ഈ ഗർഭാശയ മുഖ ക്യാൻസർ എന്ന് പറഞ്ഞാൽ? ഗർഭാശയ മുഖ ക്യാൻസർ എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ ആണ്. ഇത് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. ഈ ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ഇത് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. HPV വൈറസ് എന്ന് പറയും. ഇതിന്റെ പല സീറോ ടൈപ്സ് ഉണ്ട്. അതിൽ ഹൈ റിസ്ക് സീറോ ടൈപ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു വൈറസ് മൂലമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഈ വൈറസ് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? ഈ വൈറസ് 90% പേരിലും ഈ വൈറസിനെ കിട്ടുന്നത് ആദ്യത്തെ ലൈംഗിക ബന്ധത്തിലൂടെയാണ്. 5-10% ആൾക്കാരിൽ ഈ വൈറസ് ശരീരത്തിൽ ഇരുന്ന് കോശങ്ങളിൽ പ്രവർത്തിച്ച് ഒരു 10-20 വർഷം കൊണ്ടാണ് ഈ ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതായത് ഈ വൈറസ് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ പകരുകയുള്ളൂ. ഇങ്ങനെ പകർന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 5-10% ആൾക്കാർക്ക് മാത്രം ഇത് നീണ്ടു നിന്ന് പിന്നീട് ക്യാൻസറിലേക്ക് രൂപമാറ്റം വരാൻ സാധിക്കും. ശരിയല്ലേ? അതെ. പക്ഷേ ഈ വൈറസ് ശരീരത്തിൽ കേറിക്കഴിഞ്ഞാൽ യാതൊരു സിംപ്റ്റംസ് ഉണ്ടാകില്ല. രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ ഈ വൈറസിന് പ്രത്യേകിച്ച് ചികിത്സയും ഇല്ല. ഈ HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ട് സെർവൈക്കൽ ക്യാൻസർ അല്ലാതെ മറ്റെന്തെങ്കിലും ക്യാൻസറുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. സ്ത്രീകളിൽ തന്നെ ഇത് ഗർഭാശയ മുഖ ക്യാൻസർ, അത് സർവൈക്കൽ ക്യാൻസർ അല്ലാതെ യോനി മുഖ ക്യാൻസർ, യോനിയിലെ ക്യാൻസർ, വായില് തൊണ്ടയില് ക്യാൻസർ, മലാശയത്തില് ക്യാൻസർ, പിന്നെ വാർട്ട്, ജനനേന്ദ്രിയങ്ങളിൽ വാർട്ട് എന്നിവ ഉണ്ടാക്കും. ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഉണ്ടാക്കുന്ന ഈ വൈറസ് തന്നെ പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകും. അതെ. അപ്പൊ എങ്ങനെ ഇത് തടയാൻ സാധിക്കും? ഇത് തടയാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് ഈ വൈറസ് ശരീരത്തിൽ കേറുമ്പം ഇമ്മ്യൂണിറ്റി വേണം. അതായത് വാക്സിനേഷനിലൂടെ ഈ വൈറസിനെ തടയാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തില് ഇതിനു വേണ്ടിയുള്ള വാക്സിൻസ് ഉണ്ടോ? കേരളത്തിൽ ഇതിന് പറ്റിയ വാക്സിൻ ഉണ്ട്. അത് 3 തരം വാക്സിനാണ് കിട്ടുന്നത്. ഒന്ന് സർവാവാക്, ഒന്ന് ഗാർഡാസിൽ 4, ഒന്ന് ഗാർഡാസിൽ 9. ഇത് എപ്പോഴാണ് നൽകേണ്ടത്? ഐഡിയൽ ടൈം എപ്പോഴാണ്? ഐഡിയലി ലൈംഗിക ജീവിതം, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. സാധാരണയായി കൊടുക്കുന്നത് 9 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കാണ്. അതായത് ഒരു കൗമാര പ്രായത്തിൽ തന്നെ ഈ വാക്സിൻ കൊടുത്താൽ മാത്രമേ ഇതിന്റെ ഗുണം കിട്ടുകയുള്ളൂ അല്ലേ? അതെ, ഇതിന്റെ ഗുണം വളരെ അധികമാണ്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാം. ഓക്കെ. അതായത് ഇത് പെൺകുട്ടികൾക്ക് സെർവൈക്കൽ ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, പുരുഷന്മാർക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും കൊടുക്കാൻ സാധിക്കും. എത്ര വയസ്സ് വരെയാണ് സാധാരണ ഇത് കൊടുക്കുക? അത് ഇപ്പം 9 തൊട്ട് 14 വയസ്സിനിടയ്ക്ക് വാക്സിൻ സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് 26 വയസ്സ് വരെ ക്യാച്ചപ്പ് വാക്സിൻ എന്ന് പറയും. അതായത് 26 വയസ്സ് വരെ കൊടുക്കാം. അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ ലൈസൻസ്ഡ് ആയിട്ട് 45 വയസ്സ് വരെ കൊടുക്കാം. അപ്പൊ 15നും 26 വയസ്സിനും ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ വാക്സിന്റെ എഫിഷ്യൻസി കുറച്ച് കുറയുമെന്ന് മാത്രം. അതുപോലെ 26നും 45 വയസ്സിനും ഇടയ്ക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രയോജനം കിട്ടുക ആദ്യമായിട്ട് ഒരു ജീവിത പങ്കാളിയെ തേടുന്നവരും അല്ലെങ്കിൽ പുതിയൊരു ജീവിത പങ്കാളിയെ തേടുന്നവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇപ്പൊ കൗമാര പ്രായത്തില് വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും എടുക്കാം. അതായത് ഒരു 45 വയസ്സ് വരെ എടുക്കാൻ സാധിക്കും അല്ലേ? അതെ. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു കുറച്ച് പേർക്കെങ്കിലും ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ നേരത്തെ കിട്ടി കാണുമല്ലോ. അവരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണോ അങ്ങനെ ചെയ്യാനായിട്ട്? ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല സീറോ ടൈപ്സ് ഉണ്ടല്ലോ. ഒരു വൈറസ് തന്നെ ഞാൻ പറഞ്ഞു 90% പേരിൽ ഈ വൈറസ് ശരീരത്തീന്ന് ശരീരം തന്നെ പിന്തള്ളും. പിന്നെ ഈ വൈറസ് തന്നെ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ വേറെ തരം വൈറസുകളും തരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വൈറസിന്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ
ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയ്താൽ വലിയ പ്രയോജനം പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെ. ഇപ്പൊ ഒരു സംശയം ഇതിനകത്ത് ഇപ്പൊ നമ്മള് 14 വയസ്സിന് ശേഷം കൊടുക്കുമല്ലോ. അപ്പം 25 വയസ്സ് വരെ എന്ന് പറഞ്ഞു. ഇപ്പം ഗർഭിണികളാണെങ്കില് ഇത് കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കില് യാദൃശ്ചികമായിട്ട് ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഗർഭധാരണം ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു സാധാരണ നമ്മള് 9ഉം 14നും വയസ്സിനിടയ്ക്ക് 2 ഡോസ് മതി. പക്ഷെ 15നും അതിന് മുകളിലുള്ളവർക്ക് 3 ഡോസ് കൊടുക്കേണ്ടി വരുംന്ന്. അപ്പൊ ഈ പ്രഗ്നൻസിയുടെ ടെസ്റ്റ് ചെയ്തിട്ട് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രഗ്നൻസി കൊടുക്കാറില്ല. അഥവാ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞെങ്കിൽ പരിഭ്രമിക്കേണ്ട. ഇത് വൈകല്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ വേറെ അടുത്ത ഡോസുകള് തുടരണ്ട. രണ്ടാമത്തെ, മൂന്നാമത്തെ ഡോസ് എടുക്കണം. എടുക്കണ്ട. പ്രസവശേഷം ആ ഡോസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മള് സാധാരണ കൊടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പം പ്രമേഹമുള്ളവര്, അല്ലെങ്കില് HIV ഉള്ളവര്, അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ ഇമ്മ്യൂണോ സപ്രഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രിക്കോഷൻസ് എടുക്കണോ? അതായത് ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക്, ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക്, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസീസ് ഉള്ളവർക്ക്, അസുഖമുള്ളവർക്ക്, HIV ആൾക്കാർക്ക് ഇവർക്ക് 3 ഡോസ് കൊടുക്കണം. അതായത് 9 വയസ്സ് തൊട്ടാണെങ്കിലും ഇവർക്ക് 3 ഡോസാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഈ വാക്സിന് പല സൈഡ് ഇഫക്റ്റുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല പ്രചാരണങ്ങളുണ്ട്. അപ്പൊ ഈ വാക്സിന് എന്തൊക്കെയാണ് പ്രധാന സൈഡ് ഇഫക്റ്റുകൾ? നമ്മുടെ ഗർഭാശയ മുഖ ക്യാൻസർ വന്നാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കാവുന്നതല്ലേ. ജീവിതം തന്നെ ദുസ്സഹമായി പോകും. പക്ഷെ ഈ ചെറിയ വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു 0.5 ml മസിലിലാണ്, നമ്മുടെ ഈ കൈയുടെ ഡെൽറ്റോയിഡ് മസിലിനാണ് കുത്തുന്നത്. വലിയ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല. ഏത് കുത്തിവയ്പ്പിന്റെയും പോലെ ചെറിയൊരു വേദന, നീർക്കെട്ട് വരാം, ചെറിയ പനി വരാം, ക്ഷീണം വരാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തെങ്കിലും അസുഖമോ പനിയോ ഒക്കെ ഉള്ളപ്പോൾ ആ വാക്സിൻ അന്നേരം എടുക്കണ്ട. പനി മാറിക്കഴിയുമ്പോൾ എടുത്താൽ മതി. ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ രണ്ടാമത്തെ ഇനമാണല്ലോ സെർവിക്കൽ ക്യാൻസർ. ഇത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 100% പ്രിവെൻഷൻ വേണമെങ്കിൽ വാക്സിൻ എടുത്തതിന് ശേഷം ഈ സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ കണ്ടിന്യൂ ചെയ്യണം. എല്ലാവർക്കും അറിയാം സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്സ്മിയർ, ചില്ലു പരിശോധന, അതുപോലെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നറിയാനുള്ള HPV DNA ടെസ്റ്റും ഉണ്ട്. അതും ചെയ്യാം. ഇത് വാക്സിൻ എടുത്ത് ഈ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞാൽ 100% ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കാവുന്ന, മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന വലിയൊരു സമ്മാനമാണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെ അതർ ഗിഫ്റ്റാണ് ഈ വാക്സിനേഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഈ വിഷയം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു.